അപ്പോൾ ലെനോവോ ടാബ് M10 HD എന്ന ഈ ഒരു ലെനോവോ ടാബിൻ്റെ 8 ടിപ്പുകളായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലെനോവോൻ്റെ ഒന്നാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. ലെനോവോ ടാബിൻ്റെ ഒന്നാമത്തെ ടിപ്പ്. ഇവിടെ നിങ്ങൾ കാണുന്ന 3 ബട്ടൺ എങ്ങനെ മാറ്റാം. ഇത് നാവിഗേഷൻ ബാറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യൽ? നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ലെനോവോ ടാബിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നിങ്ങൾ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടാവും. ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നാവിഗേഷൻ, സിസ്റ്റം നാവിഗേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ 3 ബട്ടണിലാണ്, 3 ബട്ടൺ നാവിഗേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. അതൊരു 2 ബട്ടൺ ഉണ്ട്. 2 ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് 2 ബട്ടണായി മാറും. കണ്ടില്ലേ? അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യൽ? ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലോട്ട് പോകും. അതുപോലെ നമ്മൾ എടുത്തത് തന്നെ എടുക്കാനായിട്ട് ജസ്റ്റ് മേപ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ നമ്മൾ എടുത്തതിന് ബാക്കിലോട്ട് പോരാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിലോട്ട് പോരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസിങ്. 3 ബട്ടൺ നമ്മൾ എടുത്തതാണ് ഓൾറെഡി മുമ്പുള്ളത് ഇങ്ങനെയായിരുന്നു. അതുപോലെ ഗസ്റ്റ് ഓൺ നാവിഗേഷൻ എന്ന പേരുള്ളതാണ് നാവിഗേഷൻ. ഫസ്റ്റത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരും, ഒരൊറ്റ ബട്ടൺ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സ്ക്രീനിലോട്ട് പോകാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. അതുപോലെ നമ്മൾ എടുത്തത് എടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇത് നമ്മൾ ബാക്കിലോട്ടൊക്കെ വരാൻ ജസ്റ്റ് ഇവിടുന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കി നോക്കാം. വർക്കിംഗ് മോഡ് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ 3 ബട്ടണും അതുപോലെ ഇവിടെ സെറ്റിങ്സും കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ സെറ്റിങ്സ് ആയതുകൊണ്ട് ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണിക്കും. നമ്മളിപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇവിടെ ആഡാവും. അതുപോലെ കോള് കാണുന്നുണ്ടെങ്കിൽ കോള് ഇവിടെ ആഡാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തെടുത്താലും ഇവിടെ നിങ്ങൾ ഈ ഒരു തല വരെ നിങ്ങൾക്ക് ഇവിടെ ആഡായി കിടക്കും. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ ആഡായിട്ടുണ്ടാവും. അതാണ് ഇവിടെ വന്ന് ആഡാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ജസ്റ്റ് പഴയപടി ആക്കാനായിട്ട് 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്ററിൽ 3 ബട്ടണാവും. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ലെനോവോ ടാബിൻ്റെ രണ്ടാമത്തെ ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോണത്. എങ്ങനെ ഈ സ്ക്രീനിൽ നമുക്കൊരു ക്ലോക്ക് കൊടുന്ന് വെക്കാം. ഒരു ക്ലോക്ക് കൊടുന്ന് വെക്കാൻ എങ്ങനെ ചെയ്യലെന്നാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ഈ സ്ക്രീൻ ഒരു വിരൽ വെച്ച് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 3 ഓപ്ഷൻ കാണിക്കും. ഓൺ സ്ക്രീൻ, ഹോം, സെറ്റിങ്സ്, അതുപോലെ വെഡ്ജ്, വാൾപേപ്പർ. വെഡ്ജസ് എന്നുള്ള മൂന്നാമത്തെ സെൻട്രലുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു സെറ്റിങ്സിലോട്ട് പോകുന്നതായിരിക്കും. ഒന്ന് കുറച്ച് നീക്കി കഴിഞ്ഞാൽ അവിടെ ക്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്ലോക്കിൽ നമുക്ക് 2 ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒന്ന് ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്, ഒന്ന് സാധാരണ ഉള്ള ഒരു ക്ലോക്ക്, ഒരു റൗണ്ടിലായിട്ടുള്ള ക്ലോക്കാണ്. അപ്പോൾ ഇത് റൗണ്ടിലുള്ളത് രണ്ടും ഒരുപോലെ തന്നെ എടുക്കൽ നമുക്ക് എനിക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ ഇതൊന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട് ഏത് ഭാഗത്തേക്കുമാണ് എനിക്ക് വെക്കാം, ഏത് ഭാഗത്തേക്കും ഈ ക്ലോക്ക് കൊടുന്ന് വെക്കാം. ഓക്കെ, അവിടെ വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇവിടെ സെറ്റ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്ലോക്ക് സെറ്റ് ആക്കൽ. ഓക്കെ, ലെനോവോ ടാബിൻ്റെ മൂന്നാമത്തെ ടിപ്പ് എങ്ങനെ ബാറ്ററി പെർസെൻറ്റേജ് ഓൺ ചെയ്യാം. ഇവിടെ സ്ക്രീൻ നമ്മൾ ഈ ഒരു അരുവിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് കാണുന്നില്ല. നോട്ടിഫിക്കേഷൻ പാനൽ മുമ്പ് വലിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും 76% എന്നത് കാണിക്കാൻ പറ്റും. പക്ഷെ അത് ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ വലിക്കണ്ടേ. അപ്പം എങ്ങനെയാണ് സെറ്റിങ്സിൽ എങ്ങനെ ഓൺ ചെയ്യല്, ബാറ്ററി പെർസെൻറ്റേജ് എങ്ങനെ ഓൺ ചെയ്യലെന്നാണ് കാണിച്ചു തരുന്നത്. സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം കുറച്ച് താഴോട്ടാണ് ബാറ്ററി എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാറ്ററി പെർസെൻറ്റേജ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബാറ്ററി പെർസെൻറ്റേജ് എന്നുള്ളതിൽ ഇവിടെ തലക്ക് ഓൺ ആയി കൊടുക്കാനുള്ളത്, ഓഫായി കിടക്കുന്നത് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ മൂന്നാമത്തെ ടിപ്പ്. ലെനോവോൻ്റെ ടാബിൻ്റെ 4ാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. 4ാമത്തെ ടിപ്പ് എങ്ങനെ ഇതുപോലുള്ളൊരു ബാർ നമുക്ക് സ്ക്രീനിൽ ഓൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതുപോലെ എനിക്ക് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡിൽ എന്തെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. പല ചാനലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബെറ്റർ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഈ ടാബിലുണ്ട്. ജസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് അവിടെ കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ ബട്ടൻ്റെ അകത്ത് വയർ സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഈ ഒരു മൊബൈൽ ഫോണിലുണ്ടാവും. അത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനോ വരയ്ക്കാനൊക്കെ ഒരു പെൻസിൽ ഐക്കൺ ഈ ഒരു ബാർമ തന്നെ ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറിലിട്ട് കണ്ടത് ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, ചിത്രം വരയ്ക്കാം, എല്ലാം പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഓഫാക്കലെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ഓഫാവും.
ഇനി ഇതെങ്ങനെയാണ് ഓൺ ആക്കലെന്നാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, സ്ക്രീൻ അക്സസ്റ്റൻ്റ് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്ക്രീനിൽ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓൺ ആക്കി കാണാം. നിങ്ങളതിൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതായിരിക്കും. ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ അത് ഇവിടുന്ന് വലിച്ചു കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ. ഓക്കെ, ഇവിടുന്ന് വലിച്ചാൽ അത് കിട്ടൂല. ഇത് ഓൺ ആക്കിയാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ 4ാമത്തെ ടിപ്പ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ലെനോവോൻ്റെ 5ാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എങ്ങനെ സ്ക്രീൻ ഓഫായി കിടക്കുമ്പോൾ നമുക്ക് ഡബിൾ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീൻ ഓൺ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോകാം. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഡിസ്പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനുകൾ കാണിക്കും. ഡബിൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ ഓൺ ആക്കാനുള്ള ഈ 2 ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കി കൊടുക്കണം. ഓൺ ആക്കി കൊടുത്തിട്ട് നിങ്ങൾ ബാക്കിലോട്ട് വന്നിട്ട് സ്ക്രീൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ പ്രസ് ചെയ്താൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഓൺ ആവുന്നതായിരിക്കും. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. രാത്രിയിലൊക്കെ ടൈം നോക്കാനെങ്കിൽ ബെസ്റ്റ് ഐഡിയ ആണത്. ഈ ഓപ്ഷൻ ഓൺ ആക്കാൻ നോക്കുക. ഓക്കെ, ലെനോവോൻ്റെ 6ാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എങ്ങനെ ലെനോവോ ടാബിൽ ഡാർക്ക് മോഡ് എങ്ങനെ ഓൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ലെനോവോൻ്റെ. അതിനുശേഷം ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് മേലെ ആയിട്ട് കാണാം അവിടെ നിങ്ങളുടെ 4ാമത്തെ ഓപ്ഷൻ ഡാർക്ക് തീം എന്ന് എഴുതിച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. റൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. റൺ ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാ നിങ്ങളുടെ മൊബൈൽ ഈ ഒരു ടാബിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനും ഈ ഡാർക്ക് മോഡ് ആയിട്ടുണ്ടാവും. കോളിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഡാർക്ക് മോഡ് ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ടാവും. അതുപോലെ സെറ്റിങ്സിലൊക്കെ ഈ ഒരു ഭാഗത്ത് ഡാർക്ക് തീം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സെറ്റിങ്സിലൊക്കെ ഡാർക്ക് മോഡ് ആയിട്ടുണ്ടാവും. അതുപോലെ യൂട്യൂബ് ആയിക്കോട്ടെ എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് മോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡാർക്ക് മോഡ് ഇനി ഓഫ് ആക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സിൽ ഈ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം മേലെ നോട്ടിഫിക്കേഷൻ പാനൽ വെച്ചിട്ട് ഡാർക്ക് മോഡ് എന്ന് കാണുന്നുണ്ടാവും. അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഡാർക്ക് മോഡ് ഓഫ് ആക്കാവുന്നതാണ്. ഓക്കെ, ലെനോവോൻ്റെ 7ാമത്തെ ടിപ്പാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എങ്ങനെ ലെനോവോ ടാബിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്യൽ. സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വാൾപേപ്പർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ വാൾപേപ്പറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വാൾപേപ്പർ എന്ന് എഴുതിയിട്ടുണ്ടാവും താഴത്ത്. ഇവിടെ ലൈവ് വാൾപേപ്പറൊക്കെ ഉണ്ട്. ലൈവ് വാൾപേപ്പറിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഗാലറി പോയിട്ട് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ കൊടുക്കാവുന്ന ഒരേമാതിരി തന്നെ കൊടുക്കലെല്ലാം വാൾപേപ്പറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിൽ വാൾപേപ്പറുകൾ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അത് സെറ്റ് ആക്കണം. ഇത് നമ്മളെ സ്ക്രീനിൽ സെറ്റ് ആക്കണം. ഇതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ലോക്ക് സ്ക്രീനിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം കൂടി എല്ലാ സ്ഥലത്തും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ അകത്ത് ഓഫ് സ്ക്രീനിൽ മാത്രം കൊടുക്കാനായിട്ട് ഈ ലോക്ക് സ്ക്രീനിൽ നിന്ന് മാറ്റിയിട്ട് അകത്ത് മാത്രം കൊടുക്കാനാണെങ്കിൽ സെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീനിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, അതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്ക് സ്ക്രീൻ ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ആ വാൾപേപ്പർ മാറ്റാൻ. ലെനോവോ ടാബിൽ എങ്ങനെ കളർ മോഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയെന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ മോഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ ഏത് കളറിലാണ് കിടക്കുന്നത്. സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്റ്റാൻഡേർഡ് കളറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറിൽ. പിന്നെ ഇവിടെ വാം എന്ന് എഴുതിയിട്ടുണ്ട്. ഗോൾഡ് അല്ല കേട്ടോ, ഗോൾഡ് അങ്ങനെ എഴുതിയിട്ടാണ്. അതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ കളറുള്ളാവും. വാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഈ കോലത്തിലാവും. ഇതിങ്ങനെയാണ് വരുന്നത്, ഈ കളറിലാണ് വരുന്നത്. അതുപോലെ ബ്രൈറ്റ് എന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബ്രൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കളറിലായിരിക്കും. ഇതിൽ ഇടായിരിക്കും നല്ലത്. കാരണം ഇതൊരു കണ്ണ് അത്യാവശ്യം കാഴ്ച കമ്മിയാവും. ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാം. ചാർജ് വേഗം കഴിയൂല്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതിങ്ങനെയാണ് കളർ ചേഞ്ച് ആവല്. അപ്പോൾ ഈ മോഡ് ഉള്ളത് സെറ്റിങ്സിൽ കാണിച്ചെന്ന്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.